അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്നതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ആ ഒരു വ്യക്തിക്ക് ഇവിടെ പലതരത്തിലുള്ള മാറ്റങ്ങളായിട്ട് വന്നിട്ടുള്ളത് കാണാം. ആ ഒരു വ്യക്തി ആദ്യം എന്നൊക്കെ പറയുന്നത് നിങ്ങളോട് ഭയങ്കര ഒരു നിങ്ങൾ അവർക്ക് താഴെ നിൽക്കണം, അല്ലെങ്കിൽ അവർ പറയുന്നത് എന്താണോ അത് അതേപടി നിങ്ങൾ അനുസരിക്കണം, അല്ലെങ്കിൽ അതെ ഒരു അവരെന്താണോ പറഞ്ഞത് അത് നിങ്ങൾ കേട്ടിരിക്കണം, അത് അതേപോലെ നിങ്ങൾ പോയിരിക്കണം എന്നുള്ള അവസ്ഥയിലൊക്കെയാണ് ഇവിടെ ഒരുപാട് ആ ഒരു വ്യക്തി പഴയ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ഒരു ആ വ്യക്തി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആള് ഇപ്പം എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അവരുടെ ലൈഫിൽ ബാലൻസിങ്. കാരണം നിങ്ങളെന്ന് പറയുന്നത് നിങ്ങളുടെ രണ്ടുപേരുടെയും ലൈഫ് എന്ന് പറയുന്നത് ഒരു ത്രാസിൽ ഒരു ത്രാസിൽ ഒരു ഭാഗത്ത് അവരുടെ സ്ഥാനത്തായിരുന്നു നിങ്ങളുടെ മനസ്സിൽ. അവർക്കെന്ന് പറയുന്നത് സെയിം ആയിരുന്നു, അവരുടെ ഒരു ത്രാസിൽ ഒരു സൈഡിൽ നിങ്ങളായിരുന്നു. അപ്പോൾ അതില്ലാണ്ടായപ്പോൾ അവർക്ക് ലൈഫിലെ ബാലൻസിങ് തെറ്റിയതായിട്ട് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഭയങ്കരമായിട്ടൊരു ബാലൻസിങ് അവർക്ക് എത്രയൊക്കെ ശ്രമിച്ചിട്ടും ആ ഒരു ബാലൻസ് ലൈഫിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നില്ല. അവിടെ ഒരു ശൂന്യത അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാനത്തൊരു ഗ്യാപ്പ് ഫീൽ ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് ബാലൻസ് ചെയ്യാനായിട്ട്, ജീവിതത്തെ ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അദ്ദേഹം. അവരുടെ നിങ്ങൾക്കിടയിൽ മെയിനായിട്ട് നിന്നിരുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ആയിരുന്നു. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം കേൾക്കാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ആ വ്യക്തി ആദ്യമൊന്നും കൂട്ടാക്കിയിരുന്നില്ല. അതുമാത്രമല്ല, അവർക്ക് വേണ്ടപ്പോൾ വന്ന് സംസാരിക്കുകയും അല്ലാത്തപ്പോൾ സംസാരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് മുമ്പ് ആ ഒരു വ്യക്തിക്ക് ഉണ്ടായിരുന്നതായിട്ട് കാണുന്നുണ്ട്. അവർക്ക് സംസാരിക്കാൻ താല്പര്യമില്ലാത്തപ്പോൾ അവരെപ്പോൾ വേണമെങ്കിലും ബ്ലോക്ക് ചെയ്തു പോവുക എന്നതായിരുന്നു അവരുടെ അവകാശമായിട്ടായിരുന്നു അവർ കണ്ടുകൊണ്ടിരുന്നത്. നിങ്ങൾ ചിലപ്പോൾ മാരീഡ് ആയിരിക്കാം, അപ്പോൾ അവരുടെ ഒരു താല്പര്യപ്രകാരമായിരിക്കാം അവർക്ക് ഒഴിവുള്ളപ്പോൾ വന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ അവർക്ക് താല്പര്യമുള്ളപ്പോൾ വന്ന് സംസാരിക്കുക, മെസ്സേജ് ചെയ്യുക, വിളിക്കുക എന്നുള്ളൊരു പ്രവണതയായിരുന്നു മുമ്പ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിട്ട് കണ്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധത്തിൽ എന്താ പറയുക, മാരീഡ് ആയതുകൊണ്ടായിരിക്കും ആ ഒരു ബന്ധത്തിന് നിങ്ങൾക്ക് നിലനിൽപ്പുണ്ടായിരിക്കില്ല. മാരീഡ് മീൻസ് നിങ്ങൾ ഓൾറെഡി വേറെ കമ്മിറ്റഡ് മാരീഡ് റിലേഷൻഷിപ്പിൽ പോയിക്കൊണ്ടിരിക്കുന്നവരായിരിക്കാം. പക്ഷേ നിങ്ങൾക്കൊരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ വേറൊരു രീതിയിലൊരു റിലേഷൻഷിപ്പ് ഇതിലൂടെ ഉണ്ടായിരുന്നതായിരിക്കാം. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തി ഈ ഒരു ബന്ധത്തിന് നിലനിൽപ്പുണ്ടാവില്ല എന്നൊക്കെ വിശ്വസിച്ചിരുന്നു. അപ്പോൾ ആദ്യകാലങ്ങളിൽ സ്റ്റാർട്ട് ചെയ്തതൊക്കെ ഒരു ഫ്ലേട്ടിങ് എന്ന രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ആള് പറയണത് എന്താണോ അത് നിങ്ങൾ കേൾക്കണം. ഇപ്പോൾ മാരീഡ് ലൈഫ് മാത്രമല്ല, വേറെ എല്ലാ മാരേജ് അല്ലാത്തവർക്കും, പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും റിലേഷൻഷിപ്പിലുള്ളവർക്കാണെങ്കിലും ഒരു രീതി എന്തെന്ന് പറയുന്നത് അവർക്ക് താല്പര്യമുള്ളപ്പോൾ വന്ന് സംസാരിക്കുക, പോവുക എന്നുള്ള രീതിയിലാണ്. നിങ്ങൾക്ക് സംസാരിക്കാനോ നിങ്ങളെ ഭാഗം കേൾക്കാനോ അവരാദ്യം തയ്യാറായിട്ട് നിന്നിരുന്നില്ല എന്നായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇതിൽ അവൻ്റേതായ ശരി അല്ലെങ്കിൽ അവൻ്റേതായിട്ടുള്ള വികാരങ്ങൾ എന്നാണ് മനസ്സിലാക്കി പോയിരുന്നത് ആ ഒരു വ്യക്തി. അവരുടെ വികാരങ്ങൾ, അവരുടെ ശരികൾ, അവരുടെ തോട്ട്സുകൾ അത് മാത്രമാണ് ആള് അണ്ടർസ്റ്റാൻഡ് ആക്കി വെച്ചിരുന്നത്. നിങ്ങളുടെ വികാരങ്ങളോ വിചാരങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടങ്ങളോ നിങ്ങൾക്കൊരു വാല്യൂ തന്നതായിട്ട് ഇവിടെ ഒരുപാടൊന്നും കാണുന്നില്ല. അവർ ആ ഒരു സമയത്ത് നിങ്ങളൊട്ടും മനസ്സിലാക്കാനായിട്ട് അവർ ട്രൈ ചെയ്തിരുന്നില്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അങ്ങനെ ഒരു റിലേഷൻഷിപ്പായിട്ടാണ് കുറേ പേരുടെ എനർജി പ്രകാരം എനിക്കിവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് എന്താണ് മാറ്റങ്ങളെല്ലാം, ഇതിൽ നിന്നും എല്ലാ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാരണം ഇപ്പം ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഈ ഒരു കണക്ഷൻ്റെ സത്യാവസ്ഥ എന്തായിരുന്നു, നിങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ, അത് നമുക്ക് ഒട്ടും നിർവചിക്കാൻ കഴിയാത്തൊരു ബന്ധമായിരുന്നു എന്നാണ് അദ്ദേഹം ഇപ്പോൾ മനസ്സിലാക്കി മാറിയിരിക്കുന്നത്. മറ്റുള്ളവർക്കെല്ലാം അവരുടേതായിട്ടുള്ളൊരു സ്പേസ് കൊടുക്കാൻ ആ വ്യക്തി ഇപ്പോൾ പഠിച്ചതായിട്ട് എനിക്കിവിടെ കാണുന്നുണ്ട്. നിങ്ങൾക്കെന്നല്ല, നിങ്ങളുടെ വാല്യൂ ഇപ്പോൾ അദ്ദേഹം തിരിച്ചറിയുന്നതായിട്ട് എനിക്കിവിടെ കാണുന്നുണ്ട്. ഒരുപാട് ലൈഫിൽ സ്ട്രഗിൾ ചെയ്യപ്പെട്ട ഒരു അവസ്ഥയിലാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ വർക്ക് റിലേറ്റഡ് ആണെങ്കിലും വേറെ ഏരിയയിലാണെങ്കിലും അദ്ദേഹത്തിന് ഒരുപാട് വഴക്കിടേണ്ടതായിട്ടുള്ള അവസ്ഥയൊക്കെ കാണുന്നുണ്ട്.
പക്ഷെ അത് പയ്യെ പയ്യെ മാറി വരുന്നുണ്ട്. കാരണം ഇപ്പോൾ ഒരു വഴക്കിൻ മെൻറ്റാലിറ്റി എല്ലാം ഉപേക്ഷിച്ച മട്ടിലാണ് അദ്ദേഹം നിൽക്കുന്നത്. എന്തൊക്കെ ആളുകൾ എന്തൊക്കെയോ പറഞ്ഞോട്ടെ, അതൊന്നും ഞാൻ ചെവി കൊടുക്കുന്നില്ല എന്നുള്ള രീതിയിലാണ്. മറ്റേത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് തക്കതായ മറുപടി കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ആവശ്യമില്ലാണ്ട് ചെന്ന് വഴക്കിടുക എന്നൊക്കെയുള്ളൊരു സ്വഭാവ രീതിയായിരുന്നു അദ്ദേഹത്തിന് പണ്ട്. പക്ഷെ ഇപ്പോൾ അതെല്ലാം മാറ്റി ഒന്നൊരു സൈലൻറ്റ് രീതിയിലേക്ക് മാറിയിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ. 4 ഓഫ് കോയിൻസ് ഇവിടെ വന്നിട്ടുണ്ട് ആൻഡ് 2 ഓഫ് കോയിൻസ് ഇവിടെ വന്നിട്ടുണ്ട്. ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെടുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അതുമാത്രമല്ല, ഇനി എന്നെക്കൊണ്ട് പറ്റാവുന്ന ഹെൽപ്പുകളൊക്കെ എല്ലാവർക്കും ചെയ്യണം എന്നുള്ളൊരു തോട്ട്സ് ഇവിടെ വന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളിൽ നിന്നും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നും അദ്ദേഹം ഇപ്പോൾ വിട്ട് പിരിഞ്ഞതിന് ശേഷം അദ്ദേഹം ഒരുപാട് പാഠങ്ങൾ, ലെസൺസ് ഇവിടെ പഠിച്ചതായിട്ട് ആൾ കാണുന്നുണ്ട്. കാരണം ഞാൻ പലർക്കും അവരുടേതായിട്ടുള്ള സ്പേസ് നൽകിയിട്ടില്ല, അവരുടേതായിട്ടുള്ളൊരു വാല്യൂ കൊടുത്തിട്ടില്ല എന്നൊക്കെ ആൾ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്ക് കുറ്റബോധം കൊണ്ടായിരിക്കാം ആൾക്കത് സാധിക്കുന്നില്ലാത്തൊരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. ആദ്യമൊക്കെ നിങ്ങളുടെ സ്നേഹത്തെ അല്ലെങ്കിൽ കിട്ടുമ്പോൾ കിട്ടി കണ്ണുള്ളപ്പോൾ അതിൻ്റെ വില മനസ്സിലാവില്ല എന്നൊക്കെ പറയുന്നൊരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. അത് ആ ഒരു പഴഞ്ചൊല്ല് എത്രമാത്രം അർത്ഥവത്താവുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് ഇപ്പോൾ ആൾ മനസ്സിലാക്കുകയാണ്. കാരണം നിങ്ങളുള്ളപ്പോൾ അതിൻ്റെ വില അദ്ദേഹം മനസ്സിലാക്കിയിരുന്നില്ല. നിങ്ങളെ വെറുതെ ചൊറിഞ്ഞുകൊണ്ടും ദേഷ്യപ്പെടുത്തിക്കൊണ്ടും ഒക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഇത് മുന്നോട്ട് പോയിരുന്നത്. പക്ഷേ ഇപ്പോൾ മനസ്സിലാവുന്നു, നിങ്ങൾ എല്ലാം നിങ്ങളെപ്പോലെ അദ്ദേഹത്തെ സഹിക്കാനും ക്ഷമിക്കാനും വേറെ ആർക്കും പറ്റിയിട്ടുണ്ടായിരിക്കില്ല. നിങ്ങളാണ് ആ ഒരു വ്യക്തിയെ മാക്സിമം സഹിച്ചിട്ടുള്ളതെന്നാണ് ആ ഒരു വ്യക്തി കരുതുന്നത്. ആ ഒരു വ്യക്തിയുടെ സ്വഭാവം അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ വേറെ ആരും ആ ഒരു വ്യക്തിയുടെ മുന്നോട്ട് കൂട്ടായിട്ട് നിൽക്കില്ല എന്ന് ആ ഒരു വ്യക്തി അണ്ടർസ്റ്റാൻഡ് ആക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അതാണ് ഓവറോൾ എനർജിയിൽ ഇപ്പോൾ വരുന്നത്. ആൾക്ക് എന്തായാലും നിങ്ങളുടേതായിട്ടുള്ളൊരു സ്പേസ് വാല്യൂ ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട്. എന്തിനായിരുന്നു ഞാനിപ്പോൾ ആ ഒരു നിങ്ങളെ ഒരുപാട് വഴക്കടിച്ചത് ഒരു കാരണവുമില്ലാതെ? അതൊക്കെ വെറും ബാല്യത്തിലെ എന്താ പറയുക, ബാലിശമായ കാര്യങ്ങൾ എന്നൊക്കെ പറയില്ല, അതുപോലെയാണ് അദ്ദേഹം ഇപ്പോൾ ചിന്തിക്കുന്നത്. നിങ്ങളുടെ സിറ്റുവേഷനും ഏകദേശം വളരെ പരിതാപകരമായിട്ടാണ് ഇവിടെ കാണുന്നത്. ഊണില്ല, ഉറക്കമില്ല, എന്താ പറയുക, ഭയങ്കരമായിട്ട് രാത്രിയൊക്കെ എണീറ്റിരുന്ന് കരയുക, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. ഇപ്പോൾ പണ്ടൊക്കെ നിങ്ങൾ ഒരുപാട് ഫ്രണ്ട്സും റിലേറ്റീവ്സായിട്ടൊക്കെ ഹാപ്പി ആയിട്ട് സംസാരിച്ചിരുന്നു പോയിരുന്നതൊക്കെ ആൾക്കാരായിരിക്കാം. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് അതിനൊന്നും കഴിയുന്നുണ്ടായിരിക്കില്ല. ആ ഒരു ഫ്രണ്ട്സോ റിലേറ്റീവ്സൊക്കെ വിളിക്കുന്നുണ്ടെങ്കിൽ പോലും ആരുടെയും കോളുകൾ അറ്റൻഡ് ചെയ്യാൻ പോലും അല്ലെങ്കിൽ മെസ്സേജിന് റിപ്ലൈ ചെയ്യാൻ പോലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കില്ല. അങ്ങനെ ഒരു അവസ്ഥയാണ് എനിക്കിവിടെ കാണുന്നത്. അതിനുള്ളൊരു മൂഡ് നിങ്ങൾക്ക് ആൾ വിട്ടുപോയതിന് ശേഷം ഉണ്ടായിട്ടുള്ളതായിട്ട് കാണുന്നില്ല. അദ്ദേഹം ആ ഒരു വിട്ടുപോയ അപ്പം തന്നെ ആ ഒരു നിമിഷങ്ങളിൽ തന്നെ എല്ലാവരുമായിട്ട് ഫ്രണ്ട്സായിട്ട് നല്ല എൻജോയബിൾ മൊമെൻ്റൊക്കെ ആക്കാമെന്ന് കരുതി പോയിട്ടുണ്ടെങ്കിൽ പോലും അവിടെ നിന്ന് മനസ്സിലാക്കാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ഗുണദോഷങ്ങൾ എന്തെല്ലാമായിരുന്നു എന്ന്. അദ്ദേഹത്തെ സഹിക്കാനായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നിങ്ങളെപ്പോലെ ക്ഷമിച്ച് മുന്നേറാനായിട്ട് എല്ലാവരെ കൊണ്ടും പറ്റുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ മനസ്സിലായിട്ടുണ്ട് നിങ്ങളുടെ വാല്യൂ എന്തായിരുന്നു അവിടെ എന്നുള്ളത്. നിങ്ങളെന്ന വ്യക്തി അദ്ദേഹത്തെ എത്രമാത്രം സഹിച്ചിരുന്നു എന്നുള്ള കാര്യം എന്തായാലും മനസ്സിലാക്കിയിട്ടുണ്ട് അദ്ദേഹം. ഒരുപാടായിട്ട് മാറാനും ശ്രമിക്കുന്നുണ്ട്. ഒരുപാട് പ്രയേഴ്സുകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടത്തുന്നുണ്ട്. കാരണം അതിന് ശേഷം അദ്ദേഹത്തിന് ഒരുപാട് തിരിച്ചടികൾ കിട്ടിയതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഇപ്പോൾ ചിലവരുടെ കേസിൽ അദ്ദേഹം വളരെയധികം നിരീശ്വരവാദിയായിട്ടൊക്കെ കാണുന്നുണ്ട്. ആവശ്യമില്ലാണ്ട് അത് അന്ധവിശ്വാസം, ഈ വിശ്വാസം, എന്താ പറയുക, ഈ ടാരറ്റ് കാർഡ്സ് റീഡിങ് പോലും നിങ്ങൾ പറഞ്ഞിട്ട് ഉണ്ടായിരിക്കില്ല. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളിലോടൊന്നും വിശ്വാസമില്ലാത്ത ഒരാളായിട്ടാണ് എനിക്ക് കാണുന്നത് അദ്ദേഹത്തെ. പക്ഷേ ആ ഒരു മനുഷ്യൻ ഇപ്പോൾ അതിലേക്കൊക്കെ ടാരറ്റ് കാർഡ്സിലേക്കെന്നല്ല, ആ ഒരു പ്രയർ സംഭവത്തിലേക്കൊക്കെ ഒന്നൊരു ഇതിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു മാറ്റം ആ ഒരു വ്യക്തിയിൽ വളരെയധികം വന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്.